മുത്തശ്ശി. നീ മിണ്ടാതെ ദുർഗ. വസുമതി, നീ ഒന്നോർത്തോ, ദുർഗയെ നിർത്തി അഷിതയുടെ വിവാഹം നടത്താനാണ് നിന്റെ പ്ലാനെങ്കിൽ അഷിതക്ക് ആലോചന വന്ന വീട്ടിൽ പോയി ഞാൻ സംസാരിക്കും. അവരുടെ കണ്ണിലെ മൂത്തവളെ നിർത്തി ഇളയവളെ കെട്ടിക്കുന്നതാണോ ന്യായോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. അഷിതയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നാല് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ പേര് പറഞ്ഞ് അത് തടയരുത്. നിന്നോട് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. നീ നാണമില്ലാതെ കുടുംബം അനിയത്തിന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരുടെ ഒന്നും മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. അത് നീ മനസ്സിലാക്ക്. നിന്റെ അച്ഛന് പോലും നിന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ കൊച്ചുമകളുടെ വിവാഹം ആദ്യം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ, അത് തന്നെ. അതാദ്യം നടത്താം, അത് പോരെ. അതോടെ ഈ ശല്യം ഒഴിഞ്ഞു പോവല്ലോ. അതെ, പിന്നെ ഈ നാശത്തിന്റെ പേരും പറഞ്ഞ് ഒരു വഴക്ക് വീട്ടിലുണ്ടാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് ആ ബ്രോക്കറോട് വരാൻ പറയാം. എന്താ പോരെ? മതി, ആദ്യം അത് നടക്കട്ടെ. ഓ ദുർഗേ, ശരി, ഓക്കെ. ദുർഗേ, ദുർഗേ, കുറച്ച് നാളായി അവൾ ഈ കള്ളക്കളി തുടങ്ങിയിട്ട്. അവളുടെ കള്ളത്തിൽ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. എത്ര ഓടിയാലും നീ രക്ഷപ്പെടില്ലടാ. നിങ്ങൾ എന്തിനാ ഓടിക്കുന്നേ? എന്തിനാണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നിന്റെ ബോസ് മേനോനെന്ന് വിളിപ്പേരുള്ള അയാള് ആരാണെന്നും എവിടെയാണെന്നും വേഗം പറഞ്ഞോ. നിങ്ങൾ ഏത് മേനോന്റെ കാര്യം പറയുന്നത്? എനിക്കാരെ അറിയത്തില്ല. ഇവനോട് ഇങ്ങനെ ചോദിച്ചാ ഇവൻ സത്യം പറയില്ല. ഇവനോട് വേണ്ട രീതിയിൽ ചോദിച്ചാലേ ഇവൻ സത്യം പറയൂ. ദുർഗേ, ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് മാഡം. ഇതേ നോക്കി. അത് കൊള്ളാല്ലേ? ഇനി നിങ്ങൾക്ക് കളർ തീം വലുതും ഉണ്ടെങ്കിൽ ആ രീതിക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ പൃഥ്വിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അവന്റെ ഡേ ആണല്ലോ. എന്താ പൃഥ്വി, നിനക്കെന്തേലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും. അങ്ങനെയൊന്നുമില്ല, എല്ലാം ചേച്ചി തീരുമാനിക്കുന്ന പോലെ. അതുപോരെ, എല്ലാവരുടെ അഭിപ്രായം നോക്കി സെലക്ട് ചെയ്യാം. ശരി മാഡം, അപ്പൊ ഈ സജഷൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു. സർ. ശരി ശരി, ഓക്കെ സർ. വിവാഹത്തിന്റെ ഒരുക്കങ്ങളെ മാത്രം മതിയോ ഈ ശ്രദ്ധ? അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞ്? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണ്ടേ? അതൊക്കെ പൂർണിമ വേണ്ട പോലെ ചെയ്തതല്ലേ, ഇനി എന്താ അന്വേഷിക്കാനുള്ളത്?
പോരാത്തതിന് നമ്മൾ അവരെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതുമല്ലേ? നേരിൽ കണ്ടതുകൊണ്ട് തന്നെയാ എനിക്ക് ഈ ടെൻഷൻ. കുടുംബത്തിലെ മുത്തശ്ശിയെ ഒഴിവാക്കി വിവാഹാലോചന നടത്തിയതിലും ആ സ്ത്രീ ആ ദിവസം അവിടെ വന്ന് പെരുമാറിയതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. ആ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് പരിപൂർണ ഉത്തരവാദിത്വമുണ്ട്. ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. പക്ഷെ പിന്നൊന്നിനും എന്റെ അഭിപ്രായം ആരും ചോദിക്കരുത്. അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ബർത്ത്ഡേക്കും അമ്മയുടെ മോൻ തനിച്ച, ആരുമില്ല കൂടെ. എനിക്കറിയാം, എവിടെയോ ഇരുന്ന് അമ്മ എന്നെ അറിയുന്നുണ്ട്. എന്റെ മനസ്സിലിപ്പോ ദുർഗയാണ്. പക്ഷെ അത് ഇതുവരെ അവളോട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇന്ന് ഈ ബർത്ത്ഡേ ദിവസം ഞാൻ എന്റെ മനസ്സ് ദുർഗയെ അറിയിക്കും. പക്ഷെ അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞാലോ? എന്താ കൊടുക്കുക? ഇത് കൊടുത്താലോ? അല്ലെങ്കിൽ ഇത് വേണ്ട. ശേ, ഇത് തന്നെയാ ദുർഗയ്ക്കുള്ള എന്റെ സമ്മാനം. അമ്മയുടെ ഈ സാരി കൊടുത്ത് എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും.